ഏറ്റവും ചെറിയ ആൾ തൊട്ട് ഏറ്റവും വലിയ ആൾ തൊട്ട് ഇതിനേക്കാട്ടി പ്രായം കുറഞ്ഞവരും ഇതിനേക്കാട്ടി പ്രായമുള്ളവരും ഇവിടെ വരുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായി. ഒരു മാസം എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാ ആണ്. ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മളത് ചെയ്യും. അപ്പോൾ ഓഫറിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. 100% പ്ലേസ്മെന്റ്. ഇനി പ്ലേസ്മെന്റ് തന്നില്ലെങ്കിൽ അവരടച്ച ഫീസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അത് അഗ്രിമെന്റ് എഴുതി തരും. ഇത്രയും പേരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു വിജയം. നമസ്കാരം. 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 നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് പ്രായം ഒരു പ്രശ്നമല്ല, വരുമാനമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ളൊരു സ്ഥലം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. നമസ്കാരം സാറേ. നമസ്കാരം. സന്തോഷം സാറേ. എന്താ പരിപാടി? എന്തുവാ പരിപാടി? നമുക്ക് ഉള്ളിൽ വന്നിട്ട് കാണാം. ബാ. ഇതിനെ ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. ദേ നോക്കിയേ, ഓരോ ഐറ്റങ്ങളും ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. സാറേ, ഏറ്റവും മെയിനായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന സാധനം സിമെന്റിൽ വല്ലതും ചെയ്താണോ? അല്ല, ഇത് നമുക്ക് എഡിബിൾ ആണ്. ലയണൽ മെസ്സിയെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം. കേക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിനകത്തുള്ള ഈ കളറുകളും മറ്റു സാധനങ്ങളും എല്ലാം അങ്ങനെ തന്നെ, അതിലെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ എത്ര ദിവസം എടുത്ത്? ഇതൊരു 2.5 ദിവസം എടുത്തതാ. 2.5 ദിവസം കൊണ്ട് എടുത്താണ് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. അതെ. ശരി, നോക്കിയേ, ഇതൊരു ശില്പമാണ്. 2.5 ദിവസം കൊണ്ട് എടുത്ത് ചെയ്തതാണ്. ഞാനിപ്പോൾ കയറി വന്നപ്പോൾ സാറോട് ചോദിച്ചു, ഏറ്റവും എന്ന് പറഞ്ഞാൽ പ്രായം ഒരു പ്രശ്നമല്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാൻ പറ്റും പ്രായം പ്രശ്നമല്ല. അപ്പൊ ഈ പ്രായം പ്രശ്നമല്ലാത്ത എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ഇത്? 18 വയസ്സ് എന്നൊന്നും പറയുന്നില്ല. ഇവിടെ കിഡ്സ് വരെ പഠിക്കുന്നുണ്ട്. ഏത് 65-70 നിങ്ങൾക്ക് നിൽക്കാനുള്ള ആരോഗ്യം, എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാം. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനം നമ്മൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ഈ സംഭവം എല്ലാം പഠിപ്പിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മളൊരു ബേക്കറി കയറിയാൽ ശരിക്കും ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കാണുന്നത്. സാധാരണ ബേക്കറി കാണുന്ന സാധനങ്ങളൊക്കെ കുറവാണ്. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഇവിടുത്തെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് കോഴ്സായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രായം പരിധി എന്ന് പറയുന്നത് ഇതിന് പ്രത്യേക വിദ്യാഭ്യാസം അങ്ങനെയുള്ള സാധനം വല്ലതും ഉണ്ടോ? ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഡിപ്ലോമ ബേക്കിംഗ് ടെക്നോളജി എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അത് സിംഗപ്പൂരിലെ എയ്സ്റ്റെക് കോളേജിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ആ പ്രോഗ്രാമിന് മാത്രമാണ് നമുക്ക് 10th ക്വാളിഫൈഡ് ആവണമെന്നുള്ളൂ. ബാക്കി പ്രോഗ്രാംസ് ഉണ്ട്, അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസ്. അതിനൊന്നും നമുക്ക് പ്രായവുമില്ല, ക്വാളിഫിക്കേഷനും ഇല്ല. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാം. ഇതിപ്പോൾ ഇവിടെ വന്ന് സാർ പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഈ ഓൺലൈനിലൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഓൺലൈനിൽ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ പഠിക്കുന്നവരെല്ലാം ഓൺലൈനിൽ പഠിക്കുന്നത്. അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, ഒന്നുമല്ല. എല്ലാവരും ബേസിക് അതിൽ നിന്ന് തന്നെ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ പഠിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് അത് റെഡി ആയോ എന്നുള്ളത് ആരാണ് ജഡ്ജ് ചെയ്യുക? ഓൺലൈനിൽ പഠിപ്പിക്കുക ഒരു ജഡ്ജ് ചെയ്യാനായിട്ടുള്ളതല്ല. നമ്മളുണ്ടാക്കുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു, എന്നിട്ട് പറയും അത് നന്നായി എന്ന് പറയുന്നു. പക്ഷേ ഇത് വിൽക്കണമെങ്കിൽ ഇത് ഒരു ടേസ്റ്റ് ജഡ്ജ് ചെയ്യണം. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള, ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഷെഫുമാരാണ് പഠിപ്പിക്കുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഇവിടെ വന്ന് പഠിക്കുമ്പോൾ കിട്ടുന്നത്. മാത്രമല്ല അവർക്ക് ഓൺലൈൻ പഠിക്കുമ്പോൾ ഒരു ഗുണമെന്ന് എല്ലാവരും പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ഇല്ല, കോസ്റ്റ് കുറവാണെന്നാണ് പറയാം. പക്ഷേ സാധാരണ ഓൺലൈനിൽ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അവർ ഒരു 5-6 പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കണം. 6 പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മിനിമം ഒരു 250-300 രൂപ ചിലവുണ്ട് ഒരു കേക്കിന്. അപ്പോൾ 6 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1800 രൂപ അവർക്ക് ചിലവ് വരും. പക്ഷെ അതിലും കുറവിലാണ് ഞങ്ങൾ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓൺലൈൻ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു സാധനം ചെയ്ത് പഠിക്കുന്നതും ഓൺലൈനിൽ കണ്ട് പഠിക്കുന്നതും രണ്ടും രണ്ടാ. എന്ത് സാധനം ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിലവിൽ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന ചെലവിനെക്കാട്ടിലും കുറവിൽ നമുക്കിവിടെ പഠിപ്പിക്കാൻ പറ്റും. അത് ഒരു ദിവസം മുതലുള്ള കോഴ്സുകളുണ്ട്. ഒരു ദിവസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സ് നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെ ഈ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ? അതായത് ഒരു ദിവസം തന്നെ നമുക്കിപ്പോൾ ഒരു 1800 രൂപയുടെ പ്രോഗ്രാം ഉണ്ട്. ഇൻക്ലൂഡിങ് ലഞ്ചായിട്ട് 1 ഡേയിൽ 4 ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ട്. അതല്ലാതെ നമുക്ക് കേക്ക് മാത്രം ഉണ്ടാക്കാൻ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ബേക്കിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കേക്കാണെന്നുള്ളത്. പക്ഷേ കേക്കല്ല. ഇവിടെ ഇരിക്കുന്ന കണ്ടില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബ്രെഡ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള അമ്മമാരും അല്ലെങ്കിൽ ചേച്ചിമാരും ഒക്കെ ശരിക്കും ഒരു കേക്ക് ഉണ്ടാക്കി തരുക എന്ന് പറയുമ്പോൾ പഠിച്ചിട്ട് എന്തെങ്കിലും ആയിട്ടായിരിക്കും ഉണ്ടാക്കി തരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കേക്ക് മാത്രമല്ല, ഇത്രയും വെറൈറ്റി ഐറ്റങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ചേരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെ കിട്ടും, എന്തൊക്കെയാണ് ഇതിന്റെ മോൾഡുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും. അതായത് അതിന്റെ ഇൻഗ്രീഡിയൻസ്, ഇതിന്റെ ഒറിജിൻ എവിടെയാണ്, ഇത് എങ്ങനെയാണ്, അതിന്റെ മെത്തേഡ്സ് എങ്ങനെയാണ്, അത് അതായത് അത് ഏത് രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. നമുക്ക് ഓരോ കാര്യങ്ങളും ഇപ്പോൾ അതിന് നൈഫ് പിടിക്കുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ സ്പാച്ചിൽ പിടിക്കുന്ന രീതിയുണ്ട്. അങ്ങനത്തെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് പറയുന്നെങ്കിൽ ഇവിടെ നിന്ന് ചുറ്റും നോക്കിയേ, 1-2 പേരൊന്നും അല്ല കേട്ടോ, പല പ്രായത്തിലുള്ള ആൾക്കാരാണ്, പല രീതിയിൽ. ഇവരെല്ലാം ചെയ്ത സാധനങ്ങളാണ് ഈ കാണുന്ന
കാണുന്നത് മൊത്തം. നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് മാത്രമല്ല, ഇവിടെ കാണേണ്ട രീതി. ഇപ്പം നമ്മളൊരു സാധനം, ഇപ്പം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് വെക്കേണ്ട രീതി, അതിനെന്തോ സാറേ പറയുന്നത്? അതായത് നമ്മൾ പ്ലേറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഉണ്ടാക്കിയ പോരാ, അത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനാണ് നമ്മൾ പ്ലേറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അവിടെ ആ പ്ലേറ്റ് ചെയ്യാനായിട്ടും അവരെ പഠിപ്പിക്കും. നമുക്ക് എങ്ങനെയാണ് ആ സാധനം വെക്കേണ്ടത്, ഇതിന്റെ കളർ, ഇതിനടുത്തുള്ള കളർ, ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു വലിയ ഘടകം തന്നെ. അത് വലിയൊരു ഘടകമാണ്. അത് ഉൾപ്പെടെ ഇവിടെ പഠിപ്പിക്കും. എന്തും ഉണ്ടാക്കിയ പോലല്ലോ, നമ്മളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതുണ്ടല്ലോ, അതും കൂടി നമുക്ക് പഠിക്കണം. മാർക്കറ്റിംഗ്, നമ്മുടെ ഡിപ്ലോമ ബേക്കിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഗുണം എന്ന് പറയുന്നത് അതിൽ നമുക്ക് അതൊരു ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇവർ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, ആ കാര്യത്തെക്കുറിച്ചും കൂടി നമ്മൾ പഠിപ്പിക്കാൻ പറ്റും. സാർ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇവിടെ നമ്മൾ 3 വർഷമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതാണ്. എയ്സ്റ്റെക് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൻ്റെ, എയ്സ്റ്റെക് കോളേജ് എന്ന് പറഞ്ഞത് നമുക്ക് സിംഗപ്പൂരുണ്ട്. ഇവിടുന്ന് സിംഗപ്പൂരിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഈ കോഴ്സും ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഓഫറുകളുണ്ട്. സാധാരണ കുറേ പരിപാടികളുണ്ടെങ്കിൽ ഈ ഓഫറുകൾ എന്തൊക്കെയാണ്? അതായത് ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഒരു ഐറ്റം അവർക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഒരു ദിവസം എല്ലാ മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ തന്നെ ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അതിനൊപ്പം തന്നെ ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് നമ്മൾ അന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക്. അതാണ് നമ്മൾ അന്ന് ചെയ്യുന്നത്. അതിപ്പോൾ ഇനി വരുന്നത് 29-ാം തീയതി മാർച്ച് 29-ന് നമ്മൾ ഇവിടെ കൊച്ചിയിലും ഏപ്രിൽ 5-ന് കാലിക്കറ്റ് നമ്മൾ ഇത് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോഴ്സ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. നമുക്ക് സർട്ടിഫിക്കേഷൻ സിംഗപ്പൂരിലെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിംഗപ്പൂരിലെ എയ്സ്റ്റെക് കോളേജിന്റെ ഡിപ്ലോമ ബേക്കിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസിനെ നമ്മൾ ഇവിടുന്ന് സിംഗപ്പൂർക്ക് കൊണ്ടുപോകും. അവിടെ സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഫുഡ് ഹൈജീൻ്റെ സർട്ടിഫിക്കറ്റ്, WSQ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയാം. ആ സർട്ടിഫിക്കറ്റും കൊടുക്ക് സിംഗപ്പൂർ അവരെ കാണിച്ച് അവിടുത്തെ ഫുഡും ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡിന്റെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളവർ കൊണ്ടുവരും. ആ ഫീസ് എല്ലാം നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ പഠിച്ചിട്ട് പോയാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. സാർ, ഈ കോഴ്സ് പഠിച്ചാൽ ഏതൊക്കെ രാജ്യത്തായിരിക്കും ജോലി കിട്ടുന്നത്? അതായത് ഇത് പഠിച്ച ഇന്ന രാജ്യമെന്നൊന്നും നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. ഒന്ന്, കാരണം ഇത് സിംഗപ്പൂരിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഒരു കോഴ്സാണിത്. അതുകൊണ്ട് ഇവർക്ക് ഏത് രാജ്യത്തും വർക്ക് ചെയ്യാം. മാത്രമല്ല, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 5-സ്റ്റാർ ഹോട്ടൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ബൾക്ക് പ്രൊഡക്ഷൻ നടത്തുന്നവർക്ക് സെൻട്രൽ കിച്ചൺ പോലത്തെ അങ്ങനത്തെ ഏത് സ്ഥലത്തും നമുക്ക് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിന്. മെയിനായിട്ടൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ശരിക്കും നമ്മൾ വലിയ ബേക്കറി ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ ഒരു കമ്പനി ഉണ്ടായിരിക്കും. ഈ കമ്പനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ കമ്പനി നടത്തുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് പഠിച്ചാൽ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാം. രണ്ടാമത് ആ ജോലിക്കാരൻ പോയാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, അല്ലെ വരുന്ന ഒരു ബാച്ചിനെ പഠിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ പഠിക്കുന്നതിൽ ഏകദേശം ഒരു 60% സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്നുള്ള ആളുകളാണ് ഇത് പഠിക്കുന്നത്. അതിൻ്റെ കാരണം തന്നെ ഇതാണ്. ഒരു സ്റ്റാഫ് പോയി അല്ലെങ്കിൽ ഒരു ഷെഫ് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇത് പഠിച്ചിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ R&D ചെയ്തിട്ട് റിസർച്ച് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കാൻ പറ്റും. അത് അവരുടെ ബ്രാൻഡിനെ മാർക്കറ്റിൽ ഒരു ഹൈലൈറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് വേണമെങ്കിൽ അവർ അതിൻ്റെ ബേസ് A to Z പഠിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഈ ചില ബേക്കറിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, അപ്പോൾ അവിടെ ഇരിക്കുന്ന പല പ്രോഡക്റ്റുകളും ഒരു 100 കമ്പനിയുടെ ആയിരിക്കും. അതെ, ചിലപ്പം 1-2 പ്രോഡക്റ്റ് ആയിരിക്കും ആ കമ്പനിയുടെ. അപ്പോൾ ഇങ്ങനൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ മിക്ക എല്ലാ പ്രോഡക്റ്റുകളും ഈ പറഞ്ഞ കമ്പനിയുടെ തന്നെ ആക്കാൻ പറ്റുമല്ലോ. പറ്റും. കാരണം അത് അവർ ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ ഏത് ബേക്കറി നോക്കി വരും 80% വേറെ കമ്പനിയുടെയാണ്. അതിന് കാരണം ഇവർക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഷെഫ്മാരില്ല, ഇത് ചെയ്യാനായിട്ടുള്ള ആളില്ല. അത്രയും ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് ഒരു പാഷനുള്ള ആർക്കും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രൊഫഷൻ ഉറപ്പാണ്. അതായത് ഞങ്ങളിവിടെ ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസിന് 100% പ്ലേസ്മെൻറ്റ്. ഇനി പ്ലേസ്മെൻറ്റ് തന്നില്ലെങ്കിൽ അവരടച്ച ഫീസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അത് അഗ്രിമെന്റ് എഴുതി തരും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം തന്നെ നിസ്സാരമായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മളൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ എത്ര ലാഭം ഉണ്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതേപോലുള്ള സെറ്റപ്പ് ചെയ്യുമ്പോൾ എത്ര ലാഭം നമുക്ക് വരുത്താൻ പറ്റുമെന്ന് അറിയാം. അത് കൂട്ടാനും പറ്റും. കാരണം വെറൈറ്റി ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ നമ്മളെ തേടി വരും. ഇപ്പോൾ ഓൺലൈനിൽ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ഒരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വീഡിയോ ഇട്ടാൽ പോലും ആൾക്കാർ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പഠിച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ. ഇനി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം ഞങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ബേക്ക് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ബേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് അതിന് മാത്രമായിട്ടുള്ള 1 ഡേ കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാം. പേര് അഭയ്. ശരിക്കും എത്ര വർഷമായി? 22 വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും മെയിനായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് 22 വർഷമാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാം അതുവരെ പഠിച്ച ഒരാളാണ്. ഇതിൻ്റെയൊക്കെ പേരെന്ന് പറയാമോ? ഈ സാധനത്തിൻ്റെ പേരെന്തുവാ? ഇത് ഗ്ലാസ് ഡെസേർട്ട്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. മാംഗോ, വെമസെല്ലി, ചീസ് എന്ന് പറയുന്നതിന്. ഇതിനൊക്കെ പേര് തന്നെ വലിയ സംഭവങ്ങളാണ്. ഈ ഇതിൻ്റെ പേരോ? ഇത് ഇൻഡിവിജ്വൽ ഡെസേർട്ട്സ് ആണ്. ഇത് ചോക്ലേറ്റ് മൂസ് കേക്ക് ആണ്.
ബട്ട് ഇൻഡിവിജ്വലാണ്. നമുക്ക് ഒരു 1 ബൈറ്റിലോ അല്ലെങ്കിൽ സിംഗിൾ ബൈറ്റിലോ അല്ലെങ്കിൽ 2 ബൈറ്റിലായിട്ട് തീർക്കാവുന്ന ഡെസേർട്സുകളാണത്. അങ്ങനെ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്ന വെറൈറ്റികളാണ് ശരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ സാധനങ്ങളും വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റുകളും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പല പല വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അല്ലേ, ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റ് ഇപ്പം നമുക്ക് ഇന്ന സാധനം ഉണ്ടാക്കുന്ന ഒരാൾ ഓർഡർ പറയുക നമ്മളോട്, അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് നമുക്ക് ഈ ഓരോ സ്ഥലത്തു നിന്നുള്ള കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ എവിടെയൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഈ പഠിക്കാൻ വരുന്നവരോട് ഇതെല്ലാം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ വരുന്ന കുട്ടികളോട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ പറയാറുണ്ട്. ഏത് തരം സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ചോക്ലേറ്റ്സ് ആണെങ്കിലും മൈദയാണെങ്കിലും എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് തന്നെ യൂസ് ചെയ്യുക, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കയറി വന്നപ്പോൾ തന്നെ നല്ല വെടിക്കെട്ടൊരു ശില്പമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്ത് വരുന്നത്? സെബാസ്റ്റ്യൻ. എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ആദ്യം സ്കൾപ്ചർ വർക്കായിരുന്നു, ചെയ്തുകൊണ്ടിരുന്ന ശേഷം ഈ ഫീൽഡിലോട്ട് വന്നു. ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ്. 3 വർഷം കഴിഞ്ഞ് ഇതുപോലെ എന്തും ഉണ്ടാക്കാൻ പറ്റും? എന്തും ഉണ്ടാക്കാൻ പറ്റും, എല്ലാ സാധനങ്ങളും. എന്ത് സാധനം കുറച്ച് മെത്തേഡുകളുണ്ട്. അതുണ്ട്, അതാ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആ മെത്തേഡുകളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ പലരും ജോലി ചെയ്യുന്ന ഇഷ്ടത്തോടല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സന്തോഷത്തോടെ ഇഷ്ടത്തോടെയാണ്. നമുക്ക് 1-2 പേരോട് ചോദിക്കാം. പേരെന്ത് വരുന്നത്? സേതു. എവിടുന്നാണ് വരുന്നത്? ഞാനിവിടെ അടുത്ത് കലൂര് തന്നെയാണ്. കലൂര് തന്നെ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് 1 മാസമായി. 1 മാസം. എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാ. ആണ്, സന്തോഷത്തോടെ. അതെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യുന്നത് അല്ലയോ? പേരെന്ത് വരുന്നത്? സരിത. എവിടെ സ്ഥലം? തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ? കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതേ പേര്? ഷൈനി. സ്ഥലം? ചെറായി. എന്താ ഈ ഇതിങ്ങനെ വരാൻ കാര്യം? ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വന്ന് പഠിച്ചത് ഇഷ്ടമാണോ? വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഇവിടെ പഠിക്കുന്നവർ വേറൊരു പ്രത്യേകതയുണ്ട്, പഠിപ്പിക്കുന്നവർ ഒരു അടിച്ചു പൊളിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് സന്തോഷം വരാതിരിക്കില്ല. പേരെന്ത് വരുന്നത്? ശ്രീജ. എവിടെ സ്ഥലം? എറണാകുളം. എത്ര വർഷം കൊണ്ട് ഇതിനകത്തുണ്ട്? ഞാൻ 5 വർഷമായിട്ട്. 5 വർഷമായിട്ട്. ഇവരെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുതുതായിട്ട് വരുന്നവരൊക്കെ എന്താ പറയുന്നത്? അവർക്ക് ഇവിടുന്ന് പോകുമ്പോഴത്തേനും വളരെ സങ്കടത്തോടുകൂടി തന്നെ പോണത്. ഇനി ഇവിടെ പിന്നെ വരണം എന്നുള്ളൊരു ഇതാണ്, സാറ്റിസ്ഫാക്ഷനോടെ പോകുന്നത്. അപ്പോൾ വരുന്നവരെല്ലാം ഇതേപോലെ ചിരിച്ചടിച്ചു പൊളിച്ചേ പോകുന്നത്. ഉറപ്പായിട്ടും. അവിടെ മാത്രമല്ല, ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പേരെന്ത് വരുന്നത്? ഫേബ ആന്റണി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു വന്നതാണ്? അതെ, വീട്ടിൽ ചെയ്യാറുണ്ട്, കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രായം ഒരു പ്രശ്നമല്ലെന്ന്. അതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ചെറിയ ആൾ തൊട്ട് ഏറ്റവും വലിയ ആൾ തൊട്ട് ഇതിനേക്കാട്ടി പ്രായം കുറഞ്ഞവരും ഇതിനേക്കാട്ടി പ്രായം ഉള്ളവരും ഇവിടെ വരുന്നുണ്ട്. പേരെന്ത് വരുന്നത് ചേട്ടാ? ആഷർ. സ്ഥലം മലയാറ്റൂർ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സംഭവം? പിന്നെ നല്ലതാണ്. വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ 2 മാസമായി. കാരണം അടുത്തൊരു ഓഫർ എന്തുവാ? അതായത് സന്തോഷേട്ടൻ്റെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ട്രിവാൻഡ്രത്ത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഡിപ്ലോമ കോഴ്സിന് 50,000 അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് നമുക്ക് 20,000 അതുപോലെ തന്നെ കേക്ക് മാത്രം ഉണ്ടാക്കുന്ന പഠിക്കുന്നത് അത് 10% നമ്മൾ ഓഫർ ഉണ്ട്. കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ അത് 25,000 ഡിപ്ലോമയ്ക്കും 10,000 അഡ്വാൻസ് സർട്ടിഫിക്കറ്റും, കൊച്ചിയിലും കാലിക്കറ്റും. അതുപോലെ തന്നെ 10% കേക്ക് മാത്രം ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നത്. ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മളത് ചെയ്യും. അപ്പോൾ ഓഫറിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ശരിക്കും. ഇത്രയും പേരെ കണ്ടോ, 1-2 പേരല്ല, ഇത്രയും പേരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു വിജയം. സാറേ, നമുക്ക് എവിടെയൊക്കെയുണ്ട്? നമുക്ക് കൊച്ചിയിൽ മെട്രോ പില്ലർ നമ്പർ 560 ഓപ്പോസിറ്റും, കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡ് മാവൂർ റോഡിൽ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റും, നമ്മുടെ ട്രിവാൻഡ്രത്ത് MG കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റും. ഇന്ത്യക്ക് വെളിയിൽ സിംഗപ്പൂരാണ്, ബുക്കിറ്റ് മേരയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ നമ്പറുണ്ട്, കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് പോന്നാൽ മതി.